ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി അഭിനവിനെയും ജസ്വിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. വാർത്തകൾ വായിക്കുന്നത് 9 നിന്നും ജസ്വി. അഭിനവ്. പ്രധാന വാർത്തകൾ: കുട്ടികൾക്ക് കാറുകളിൽ പ്രത്യേക സീറ്റ്, ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റും. ജമ്മു കാശ്മീരിൽ ഇന്ത്യ വിസ്മയം, ഹരിയാനയിൽ ഹാട്രിക് താമര. ഇന്ന് ലോക തപാൽ ദിനം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സീറ്റ് ബെൽറ്റും 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമറ്റും നിർബന്ധമാക്കുന്നു. ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് ഹരിയാനയിൽ അധികാരത്തിലേറാമെന്ന് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഫലം കണ്ടില്ല. 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമായ ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ സ്ഥാപിതമായത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഡൽഹി വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിച്ചു. നന്ദി. നല്ലൊരു ചിന്താവിഷയം നമുക്ക് നൽകുന്നതിനായി അമലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക. മഹാത്മാഗാന്ധിജി. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ലോക തപാൽ ദിനത്തിന്റെ പ്രാധാന്യം ഓർമ്മിക്കുന്നതിനായി അഭിനവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ദേശീയ തപാൽ ദിനം. ഒരിക്കൽ ആശയവിനിമയത്തിന്റെ പ്രധാന മാധ്യമമായിരുന്ന തപാലിനായി രാജ്യം നീക്കിവെക്കുന്ന ദിനം. 1874 യൂണിവേഴ്സൽ പോസ്റ്റ് സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് തപാൽ ദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖലയാണ് തപാൽ സംവിധാനം. ഇന്റർനെറ്റ് വളരെ വ്യാപകമായി ഇക്കാലത്ത് പോലും തപാൽ വകുപ്പ് എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾക്കും ഏറ്റവും പ്രാഥമികമായ ആശയവിനിമയ മാർഗമാണ്. തപാൽ ദിനത്തോട് അനുബന്ധിച്ച് വിവിധ പരിപാടികളും ശില്പശാലകളും നടത്താറുണ്ട്. ഒരു തലമുറയുടെ മെസ്സഞ്ചർ ആയിരുന്ന നൂറ്റാണ്ടുകൊണ്ട് വികസിപ്പിച്ച വിപുലമായ ഈ ഭൗതിക ശൃംഖലയെ സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. ശാസ്ത്ര സാമൂഹ്യ പ്രവൃത്തി പരിചയ IP മേളയിൽ വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയും അവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ റവറൻഡ് ഫാദർ ജോസഫ് കുറുപ്പശ്ശേരി CMA ക്ഷണിക്കുകയും ചെയ്യുന്നു.
UP Work Experience Fair, Sheet Metal Work, A grade. Deeshin Deebuവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Ivan Scaria, Umbrella Making. Alan Shayu, Commercial Products, UP, B grade. Adi Davis, A grade. Royal Products, UP level. Matthew Thomas, UP, A grade, Model 58. Arjun Baiju, A grade, Waterfall, Patent, Net Making. UP level. Sai Krishna, Woodpacker, Patent Music Threads, UP level, B grade. Canvas and leather, HS level, A grade. And writing, soft making, HS level, A grade. Modern plate, HS level, A grade. Products using natural fiber except coconut fiber, HS level, A grade. Fabric painting, HS level, A grade. David PS, Agarbatti making, HS level, A grade. Martin, wood trade, HS level, A grade. Abdul Medino, Papa Medino, HS level, A grade. David Narayan Kaya, writing, soft making, work experience, UP level, B grade. St.Joseph, Max, HS level, A grade. Amazon, Group Project, HS level, A grade. Group Project, HS level, A grade. David Allen, Single Project, HS level, A grade. Edwin J. Matthew, Pascal, HS level, A grade. Kumsaria S, Applied Construction, HS level, B grade. Anshul Baiju, Geometrical Star, HS level, A grade. Advaita P, Skill Model, Mathematics, UP, A grade. Robert Johnson, UP, Mathematics, Number Star, A grade. ഇവിടെ Maths, Skill Model,
ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ നോക്കണേ. ഓക്കെ. ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന വിഷയത്തിൽ നടന്ന ഉപന്യാസ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ ജഫൻ ജിജോയിനെയും കുഞ്ചറിയ എസിനെയും അഭിനന്ദിക്കുകയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. സൊസൈറ്റിയിലേക്ക് ഒരു ചെറിയ തുക ക്ലാസ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച് ഹെഡ് മാസ്റ്ററിന് കൈമാറും. അതിനായി ക്ലാസ് ടീച്ചർ ഷൈനി ടീച്ചറിനെയും ലീഡേഴ്സിനെയും ഹെഡ് മാസ്റ്റർ ഫാദർ ജോസഫ് കുറുമ്പശ്ശേരിയെയും ക്ഷണിച്ചോളൂ. നല്ല രസമായി 9 ഈയുടെ നേതൃത്വത്തിൽ ഷൈനി ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകാരെ നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നതിനായി എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നത് വേദിയോടുള്ളത്. അവർ 1500 രൂപയാണ് സംഭാവന ചെയ്തത്. അതിന് നല്ല കൈ കൊടുക്കാം. തീർച്ചയായിട്ടും സംഭവപ്രദമായിട്ടുള്ള 2 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. കുട്ടികൾ നമ്മുടെ ഹൈസ്കൂളിൽ നിന്ന് UP-യിൽ നിന്ന് മാത്രമായിട്ട് 84 കുട്ടികൾ ശാസ്ത്ര, സാമൂഹ്യ, ഗണിത, IT മേളകളിൽ പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുക്കുവാനായിട്ട് വൈശ്യഭാഗം സ്കൂളിലേക്കും ചമ്പക്കുളം സ്കൂളിലേക്കും പോവുകയുണ്ടായി. ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയുണ്ടായി. എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകമായിട്ട് അവരെ ഒരുക്കിയ ടീച്ചേഴ്സ്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും മേബിൾ സിസ്റ്ററും സിമി ടീച്ചറും ഒക്കെ അവരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയേറെ കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഗ്രേഡും ട്രോഫിയും ഒക്കെ ലഭിക്കുവാനായിട്ട് സഹായിച്ചത്. എല്ലാവർക്കും, എല്ലാ ടീച്ചർമാർക്കും, പ്രത്യേകിച്ച് പോയവർക്കും ടീച്ചർമാർക്കും നല്ലൊരു അഭിനന്ദനം നൽകിക്കൊണ്ട് നല്ലൊരു കൈയടി കൊടുക്കുക. തീർച്ചയായിട്ടും ഇത് കണക്കുള്ള നമ്മുടെ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ഈ മൾട്ടി ടാസ്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാവുക. അതുകൊണ്ട് പഠനത്തോടൊപ്പം
പാഠ്യേതര വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇനി കലോത്സവം വരുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു, എല്ലാത്തിലും ആക്റ്റീവായിട്ട് നമ്മുടെ സ്കൂളിന് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ലോക തപാൽ ദിനമാണ് ഇന്ന് ആചരിക്കുക. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ 9E അസംബ്ലിയിലെ വിഷയം. തപാൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഉപാധിയാണ്. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുക. അപ്പോൾ ആശയവിനിമയം, മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ കുറവാണ് ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണം. നമ്മളുടെ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ച് എങ്ങനെ വെക്കുന്നു, അത് വിങ്ങിപ്പൊട്ടി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും ആരംഭമാവുന്നത്, കാരണമാവുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരോടും മാതാപിതാക്കളോടും ടീച്ചർമാരോടും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളത് തുറന്ന് ആശയവിനിമയം നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു അസംബ്ലി നടത്തിയ 9E എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർക്ക് നേതൃത്വം നൽകിയ ഷൈനി ടീച്ചറിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.